ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, യാക്കോബായ സുറിയാനി സഭയിൽ വിശ്രമ ജീവിതം നയിക്കുന്ന അഭിവന്ദ്യനായ കൂറിലോസ് തിരുവേനി ഇടതുപക്ഷ ചിന്താഗതിക്കാരനും ഇടതുപക്ഷത്തിൻ്റെ സഹയാത്രികനുമാണെന്ന് അദ്ദേഹം പലപ്പോഴും തുറന്ന് പറഞ്ഞിട്ടുണ്ട്. താൻ പ്രതിനിധാനം ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി സർവനാശത്തിലേക്ക് പരാജയത്തിലേക്ക് കൂപ്പുകുത്തുന്നത് കണ്ട് മനോവേദനയോടെ തൻ്റെ പാർട്ടി നിലനിന്ന് കാണുവാനുള്ള ആഗ്രഹത്താൽ ഒരു പ്രസ്താവന ഇറക്കി. നിർഭാഗ്യവശാൽ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആദരണീയനായ പിണറായി വിജയൻ അഭിവന്ദ്യ തിരുമേനിയുടെ പ്രസ്താവനയോട് പ്രതികരിച്ചത് വേദനാജനകമായ രീതിയിലാണ്. അഭിവന്ദ്യനായ തിരുമേനിയുടെ പ്രസ്താവനയ്ക്കെതിരായിട്ട് കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പ്രതികരിച്ചത് അദ്ദേഹത്തെ വിവരദോഷി എന്ന് വിളിച്ച് ആക്ഷേപിച്ചുകൊണ്ടാണ്. അപ്പം ഈ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്നത്തെ ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. പുതിയ നിയമ വേദപുസ്തകത്തിലെ എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ 29-ാമത്തെ വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിയും പുതിയ നിയമത്തില് യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തില് 3-ാമത്തെ അധ്യായത്തെ പൂർണ്ണമായും ഉൾപ്പെടുത്തിക്കൊണ്ടുമാണ് ഇന്നത്തെ ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ 29-ാമത്തെ വാക്യം ഇപ്രകാരമാണ്: കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കത്തക്കവണ്ണം ആത്മീയമായ അഭിവൃദ്ധിക്ക് ഉതകുന്ന നല്ല വാക്കല്ലാതെ യാതൊരു ദുഷിച്ച വാക്കും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 3-ാം അധ്യായത്തിൽ വിസ്തരിച്ച് വിവരിക്കുന്നത് നാവിനെ കടിഞ്ഞാണിട്ട് ഒരുവൻ തൻ്റെ നാവിനെ എപ്രകാരമാണ് നിയന്ത്രിക്കേണ്ടത്, ആ നിയന്ത്രണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് യാക്കോബ് ശ്ലീഹ തൻ്റെ ലേഖനത്തില് 3-ാമത്തെ അധ്യായത്തിൽ വിവരിക്കുന്നത്. നമ്മുടെ കേരളീയ സമൂഹ പ്രബുദ്ധരായ മലയാളികൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പം നമ്മുടെ സാധാരണ സംസാര ഭാഷയിൽ പലപ്പോഴും കടന്നു വരുന്ന ഒരു പദമാണ് സംസ്കാരം എന്ന് പറയുന്ന വാക്ക്. അപ്പം സംസ്കാരം എന്ന വാക്കിൻ്റെ അർത്ഥം അവരനെ കുറിച്ചുള്ള കരുതൽ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. മറ്റുള്ളവരെ കരുതുന്നതിന് പകരം ആക്ഷേപ അവഹേളന ധ്വനിയോടെ സംസാരിക്കുന്ന നമ്മുടെ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നിരന്തരമായിട്ട് നാക്കുപിഴ സംഭവിക്കുകയാണ്. ഭരണാധികാരികൾ മാന്യവും ഹിതകരവും കുലീനവുമായ ഭാഷയാണ് സംസാരിക്കേണ്ടത്. ആത്മീയ ഭാഷയായാലും രാഷ്ട്രീയ ഭാഷയായാലും അത് സഭ്യമാകണം, അത് ജനകീയമാകണം. ഇപ്പൊ ഭരണാധികാരികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏതെങ്കിലും പദവിയിൽ ഇരിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വോട്ട് ചെയ്ത് അവരെ ജയിപ്പിച്ചവരെ വാക്കുകൊണ്ട് മുറിവേൽപ്പിക്കരുത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പദവിയിലേക്ക് എത്തിച്ചേരുവാൻ നമുക്ക് സഹായകരമായി തീർന്ന ജനത്തെ വാക്കുകൊണ്ട് മുറിവേൽപ്പിക്കരുത്. ഇപ്പോൾ മോർ കൂറിലോസ് തിരുമേനി ഒരു മെത്രാപ്പോലീത്ത മാത്രമല്ല, അദ്ദേഹം ഇന്ത്യൻ പൗരനാണ്,
കേരളത്തിലെ ഒരു വോട്ടറാണ്. അപ്പൊ ഇന്ത്യൻ ഭരണഘടന പ്രദാനം ചെയ്യുന്ന അഭിപ്രായ സ്വാതന്ത്ര്യമാണ് അദ്ദേഹം വിനിയോഗിച്ചത്. ആ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്നവര് ഏത് ഭരണാധികാരിയായിരുന്നാലും ആരായിരുന്നാലും കാലത്തിന്റെ ചുവരെഴുത്ത് വായിക്കാത്തവരാണ്. ഉത്തരവാദപ്പെട്ട പദവിയിൽ ഇരിക്കുന്നവര് പദവിക്ക് ചേർന്ന ഭാഷയും ശൈലിയുമാണ് പുലർത്തേണ്ടത്. നാവിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് മൂല്യം ഉണ്ടാകണം. അധികാര ഭാഷയില് അഹങ്കാരം, പരിഹാസം, നിന്ദ, അശ്ലീലം, വിടുവായുത്തരം, ദ്വയാർത്ഥ പ്രയോഗം, ഭീഷണി എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും നിഴലിക്കുവാൻ പാടില്ല. വിലയും നിലയും തിരിച്ചറിയാതെ പറയുന്ന വാക്കുകൾ സ്വന്തം മൂല്യമാണ് നഷ്ടപ്പെടുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് പറയുന്നത് കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ നേതാവാണ്. അദ്ദേഹത്തിന്റെ പദവിക്ക് യോഗ്യമായ നിലയിൽ വേണം അദ്ദേഹം സംസാരിക്കുവാൻ. അതുകൊണ്ട് തന്നെ ആവർത്തിച്ച് പറയുകയാണ്, വിലയും നിലയും തിരിച്ചറിയാതെ പറയുന്ന വാക്കുകൾ സ്വന്തം മൂല്യമാണ് നഷ്ടമാക്കുന്നത്. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായത്തിലെ 6-ാമത്തെ വാക്യം ഈ വീഡിയോ കാണുന്ന എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ബാധകമായ ഒരു വാക്യമാണ്. ഇപ്രകാരമാണ് ഈ വാക്യത്തിൽ വിവരിക്കുന്നത്. നാവ് എന്ന് പറയുന്നത് തീയാണ്. അപ്പൊ മനുഷ്യന്റെ നാവ് തീയാണ്. അതുകൊണ്ട് തന്നെ വാക്കുകള് അളന്ന് തൂക്കി ഉപയോഗിക്കണമെന്ന് യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 3-ാം അധ്യായം 6-ാമത്തെ വാക്യം നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ, പ്രത്യേകിച്ച് പദവിയിലിരിക്കുന്നവര് സ്വന്തം മൂല്യം നഷ്ടപ്പെടാത്ത നിലയില്, മാന്യമായ നിലയില്, കുലീനമായ രീതിയില് സംസാരിച്ച് കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്കും മാതൃകാ യോഗ്യമായ ഒരു മുഖ്യമന്ത്രിയായി പരിണമിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.